നോക്കൂ, ഒരാമ മുന്നോട്ടു പോകണമെങ്കിൽ അവൻ തൻ്റെ കഴുത്ത് വെളിയിലേക്ക് നീട്ടുക തന്നെ വേണം. ജീവിതത്തിൽ വിജയിക്കാൻ റിസ്ക് എടുക്കണമെന്ന് ഇത് നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ദിവസമാണ്. ഇന്നാണ് മെയ് 23, വേൾഡ് ടർട്ടിൽ ഡേ. ലോക ആമദിനമായി ലോകമെങ്ങും ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. 220 മില്യൺ വർഷങ്ങളായി, അതായത് ഡൈനോസറുകളുടെ കാലം മുതൽ ഭൂമിയിലുള്ള കടുപ്പമേറിയ തോടുള്ള ഈ പാവം ജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ ദിവസം നാം ആചരിക്കുന്നത്. ആരാണ് ആമദിനം ആഘോഷിക്കുന്നത്? ആമയും കരയാമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉരകവർഗത്തിൻ്റെ പ്രത്യേകതയും ജൈവ വൈവിധ്യവും എന്തൊക്കെയാണ്? ആമകൾ നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കുന്നു? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. US-ലെ അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ എന്ന സംഘടന 2000-ലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ആവാസ വ്യവസ്ഥയുടെ തകർച്ച, പ്ലാസ്റ്റിക് മലിനീകരണം, വേട്ടയാടൽ എന്നിവയിൽ നിന്ന് ആമകളെ രക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും: എന്താണ് ടർട്ടിലും ടോർട്ടോയ്സും തമ്മിലുള്ള വ്യത്യാസം? ടർട്ടിലുകൾ, ആമകൾ എന്ന് പറയുന്നത്, ഇവ ഭൂരിഭാഗം സമയവും വെള്ളത്തിൽ, കടലിലോ നദിയിലോ ജീവിക്കുന്നവയാണ്. ഇവയുടെ കൈകാലുകൾ വെള്ളത്തിൽ തുഴയാൻ പാകത്തിൽ പരന്ന തുഴകൾ പോലെയായിരിക്കും. ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ ഇവ പൂർണ്ണമായും കരയിൽ ജീവിക്കുന്നവയാണ്. കനത്ത ശരീരവും ആനയുടേതുപോലെയുള്ള കട്ടിയുള്ള കാലുകളും ഇവക്കുണ്ടാകും. ആമകൾ ഉൾപ്പെടുന്ന ഉരകവർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ കട്ടിയുള്ള ബാഹ്യതോടാണ്. ഇത് അവയുടെ വാരിയെല്ലുകളുടെ ഭാഗം തന്നെയാണ്. ആപത്ഘട്ടങ്ങളിൽ ശരീരമാകെ ഒതുക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ഇവ തണുത്ത രക്തമുള്ള ജീവികളാണ്. ഈ ജൈവ വൈവിധ്യ ലോകത്ത് എല്ലാ മൃഗങ്ങൾക്കും ജീവിക്കാൻ നമ്മളെപ്പോലെ തന്നെ അവകാശമുണ്ട്. കാരണം പ്രകൃതിയിലെ ഒരു ജീവിയും വെറുതെ ഉണ്ടായതല്ല. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഭക്ഷ്യ ശൃംഖലയിലെ പ്രധാന കണ്ണികളാണവ. ആമകൾ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടാൽ അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കും. ആമകൾ എങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് നോക്കണ്ടേ? ആമകൾ നമ്മുടെ കടലുകളെയും നദികളുടെയും കടൽ തീരങ്ങളെയും ആരോഗ്യത്തോടെ നിലനിർത്തുന്ന പ്രകൃതിയുടെ എഞ്ചിനീയർമാരാണ്. സമുദ്രങ്ങളിൽ ഗ്രീൻ ടർട്ടിലുകൾ കടലിലെ പുൽമേടുകൾ കടിച്ചു തിന്ന് കൃത്യമായി പരിപാലിക്കുന്നു. ഇത് അനേകം മത്സ്യങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ലെതർ ബാക്ക് ആമകൾ കടലിലെ ജെല്ലി ഫിഷുകളെ തിന്നു തീർത്ത് അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നു. ജെല്ലി ഫിഷുകൾ കൂടിയാൽ അവ ചെറു മത്സ്യങ്ങളുടെ മുട്ടകൾ തിന്നു തീർക്കും. കടൽ തീരങ്ങളിൽ ആമകൾ മുട്ടയിടുന്ന തീരങ്ങളിൽ വിരിയാതെ പോകുന്ന മുട്ടകൾ മണ്ണിൽ ലയിച്ച് നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നു. ഇത് കടൽ തീരത്തെ സസ്യങ്ങൾ വളരാനും മണ്ണൊലിപ്പ് തടയാനും സഹായിക്കുന്നു. നദികളിലാണെങ്കിൽ ശുദ്ധജല ആമകൾ നദിയിലെ ചത്ത ജീവികളെയും ജൈവ മാലിന്യങ്ങളെയും തിന്ന് നദികളെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുന്നു. ആമയെപ്പോലെയാവുക, തല പുറത്ത് നീട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് ജീവിതത്തിൽ റിസ്ക് എടുക്കുവാൻ തയ്യാറായാലേ വിജയം വരിക്കാനാകൂ. മറ്റൊന്ന്, പതുക്കെയാണെങ്കിലും സ്ഥിരതയുള്ളവൻ
ജയിക്കും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആമകളെ കുറിച്ച് ഓർക്കുമ്പോൾ അടുത്ത കാലത്ത് വായിച്ചൊരു കുഞ്ഞു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഒരു ചെറിയ കടലാമ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി. കടലിലേക്ക് മെല്ലെ അത് നടക്കുകയായിരുന്നു. വഴിയിൽ ഒരു വലിയ പരുന്ത് അതിനെ പിടിക്കാൻ പറന്നു വന്നു. പേടിച്ചു പോയ കടലാമ തൻ്റെ കവചത്തിനുള്ളിലേക്ക് തല ഒളിപ്പിച്ചു. പരുന്ത് കുറേ കൊത്തി നോക്കിയെങ്കിലും കവചം തകർക്കാൻ കഴിഞ്ഞില്ല. പരുന്ത് പോയി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പതുക്കെ നീന്തി കടലിലെത്തി. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ നിശബ്ദമായി കാത്തിരിക്കാനും ശരിയായ സമയത്ത് മുന്നോട്ടു പോകാനും കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവിനെയും നമുക്ക് അതിജീവിക്കാമെന്നല്ലേ? സുഹൃത്തുക്കളെ, ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വേട്ടയാടലും മൂലം പാവപ്പെട്ട ആമകൾ വംശനാശത്തിൻ്റെ വക്കിലാണ്. നാം എറിയുന്ന ഓരോ പ്ലാസ്റ്റിക് കവറും കടലാമകളുടെ ജീവൻ എടുക്കുന്നു എന്ന് നമ്മളെല്ലാം ഓർക്കണം. ആമകൾ വെറുമൊരു ഉരകമല്ല, മറിച്ച് ഭൂമിയുടെ തുടിപ്പാണ്. അവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ ആമദിനത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ തീരുമാനിക്കാം. കടൽ തീരങ്ങളിലും നദികളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, ആമകളെ ഉപദ്രവിക്കുന്നതോ അവയുടെ മുട്ടകൾ നശിപ്പിക്കുന്നതോ കണ്ടാൽ തടയുക, പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ജീവിതശൈലി വളർത്തിയെടുക്കുക. ചുരുക്കത്തിൽ, ലോക ആമദിനം കേവലം ഒരു ആചാരമല്ല. ഭൂമിയുടെ ആരോഗ്യത്തിൻ്റെ കാവൽക്കാരായ ആമകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ആവശ്യമാണ്, കടമയാണ്. അവയുടെ നാശം മനുഷ്യരാശിയുടെ നാശത്തിൻ്റെ തുടക്കമാകും. വരൂ, നമുക്കൊരുമിച്ച് ഈ നിശബ്ദ ജീവികൾക്കായി കൈകോർക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യിൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.